വെൽക്കം, തഹ്മനാണ്. ഇമ്മ്യൂണോസപ്രസൻസ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോ ഈസ് അബൌട്ട് mTOR ഇൻഹിബിറ്റേഴ്സ് ഭാഗമരുന്നുകളെ കുറിച്ചിട്ടാണ്. ആൻഡ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണോസപ്രസൻസ് എന്നുള്ള ഹെഡിങ്ങിലാണ്, അതിലെ കീഴിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിലും ഈ മരുന്നുകൾ ദീസ് ആർ ആന്റി ക്യാൻസർ ഡ്രഗുകൾ കൂടിയാണ്. ടാർഗറ്റഡ് ആന്റി ക്യാൻസർ മരുന്നുകളിലും നമുക്കിത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഒരേ സമയം ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ടും ആന്റി ക്യാൻസർ മരുന്നായിട്ടും ഉപയോഗിക്കാവുന്ന വിഭാഗം മരുന്നുകളാണ് mTOR ഇൻഹിബിറ്റേഴ്സ്. സോ നമുക്ക് ആദ്യം ഏതെല്ലാമാണ് മരുന്നുകൾ എന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം ക്യാൻസർ എന്നുള്ള ഹെഡിങ്ങിൽ എഴുതിയിട്ട് ക്യാൻസറിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് സിറോലിമസ് ആണ്. ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട് സിറോലിമസിന് വേറെ ഫേമസ് പേര് റാപ്പാമൈസിൻ എന്നും വിളിക്കും. ആൻഡ് ഇത് പ്രധാനമായിട്ടും ക്യാൻസറിലാണെന്ന് വെച്ചാൽ അല്ല, ഇത് ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ടാണ് കൂടുതൽ വൈഡായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത്തെ മരുന്ന് എവറോലിമസ് ആണ്. സോ ക്യാൻസറിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്, പക്ഷേ പ്രധാനമായിട്ടും ഇത് ക്യാൻസറിലാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ആസ് എൻ ഇമ്മ്യൂണോസപ്രസന്റ്. സോ ദിസ് ഈസ് മെയിൻലി ഫോർ ക്യാൻസർ. ആൻഡ് രണ്ട് മരുന്നും ഓറൽ ഗുളികയായിട്ടോ ക്യാപ്സ്യൂളൊക്കെ ആയിട്ടോ നമുക്ക് കൊടുക്കാവുന്ന മരുന്നാണ്. ആൻഡ് മൂന്നാമത്തെ മരുന്ന് നമുക്ക് ക്യാൻസറിൽ പറയാനുള്ളത് ടെംസിറോലിമസ് ആണ്. ടെംസിറോലിമസ് എന്ന് പറയുന്ന മരുന്നാണ്. പക്ഷെ ഇത് ഓറലല്ല, ഇത് ഇഞ്ചക്ഷൻ ആണ് ടെംസിറോലിമസ്. സോ സിറോലിമസിന്റെ ഒരു പ്രോ ഡ്രഗ് ആണ് ഈ ടെംസിറോലിമസ് എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെ മരുന്ന് അത്യാവശ്യം ലേറ്റസ്റ്റ് അല്ലെങ്കിൽ റീസെന്റ് മരുന്നാണ്. അതിന്റെ പേര് റിഡറോഫോലിമസ് എന്നാണ്. സോ ഇത് നാലാണ് ക്യാൻസറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ. അപ്പൊ നമുക്ക് അടുത്തത് ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതെല്ലാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഫസ്റ്റ് വൺ ഈ സിറോലിമസ് ആണ്. സിറോലിമസ് ഈസ് ആൻ ഇമ്മ്യൂണോസപ്രസന്റ് ആണ്. വീണ്ടും എവറോലിമസ് ഈസ് ഇമ്മ്യൂണോസപ്രസന്റ് ആണ്. രണ്ടിലും വരും. ഇനി രണ്ട് മരുന്നുകൾ കൂടിയുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ടും വേറെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ആ മരുന്നുകളുടെ പേര് ഞാൻ എഴുതാം. അത് ഉമിറോലിമസ് ആണ്. ഉമിറോലിമസ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. രണ്ടാമത്തെ മരുന്ന് സോട്ടറോലിമസ്. സോ ഇതെല്ലാമാണ് mTOR ഇൻഹിബിറ്റേഴ്സ്. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റിലാണ്. ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റുകൾ എന്ന് പറയുമ്പോൾ ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ബ്ലോക്ക് കുറയാനായിട്ട്. അപ്പോൾ സിറോലിമസ് കൊടുത്തുകൂടെ എന്ന് കഴിഞ്ഞാൽ സിറോലിമസ് നമുക്ക് അവിടെ കൊടുക്കാം. ആൻഡ് ഈ സിറോലിമസ് എന്നൊക്കെ പറഞ്ഞ പേരുള്ള നമ്മൾ വേറൊരു മരുന്ന് നേരത്തെ കഴിഞ്ഞ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേതായിരുന്നു? ടാക്രോലിമസ് എന്ന് പറയുന്ന മരുന്നാണ്. ടാക്രോലിമസ്. പിന്നെ നമ്മൾ പറഞ്ഞത് പിമെക്രോലിമസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇത് രണ്ടും എന്തായിരുന്നു? കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. കാൽസിന്യൂറിൻ ഇൻഹിബിറ്റർ വിഭാഗം മരുന്നാണ്. ആൻഡ് ഇത് രണ്ടും നമുക്ക് എവിടെ കൊടുക്കാം? ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ്. ആൻഡ് ഇത് ഇമ്മ്യൂണോസപ്രസൻസ് തന്നെയാണ്, പക്ഷെ കാൽസിന്യൂറിനാണ്. അപ്പോൾ ഇത് mTORൽ വരുന്നതല്ല, ഏകദേശം പേരുകൾ ഒരേപോലെ ഇരിക്കുന്നു എന്ന് മാത്രമാണ്. ആൻഡ് ഇത് രണ്ടും നമ്മൾ ഓയിൻമെന്റ് ആയിട്ട് എറ്റോപിക് ഡെർമറ്റൈറ്റിസ്, എക്സീമയിലൊക്കെ ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു. സോ രണ്ട് ഗ്രൂപ്പ് മരുന്നുകൾ, ടാക്രോലിമസ് വരുന്ന കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സിനും mTORൽ വരുന്ന ഇതിനൊക്കെ ഏകദേശം ടാക്രോലിമസ്, സിറോലിമസ് ഇങ്ങനെയൊക്കെയുള്ള സെയിം പേരാണ്. ചിലപ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ വരാം. രണ്ടും ഒരേ ഉപയോഗത്തിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൂടിയാണ്. ആൻഡ് ഇത് ഇമ്മ്യൂണോസപ്രഷൻ അതിനും പറ്റും, ആൻഡ് ഓൾസോ ക്യാൻസർ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു മരുന്നും ഇന്നതിന് മാത്രമൊന്നും പറയാനും പറ്റില്ല. സോ കോജൻ ക്ലാസിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അപ്പോൾ നമുക്ക് ആദ്യം വാട്ട് ഈസ് ദിസ് mTOR എന്ന് പറയാം. സോ M സ്റ്റാൻഡ്സ് ഫോർ മമേലിയൻ എന്നാണ് നമ്മൾ ആദ്യം ഇതിനെ വിളിച്ചത്. മമേലിയൻ. T ഫോർ ടാർജറ്റ്. മമേലിയൻ ടാർജറ്റ് ഓഫ് വാട്ട്? റാപ്പാമൈസിൻ എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് സിറോലിമസ്. സിറോലിമസിന്റെ വേറെ പേരാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം പേരിട്ടത്. പിന്നെ മാമൽസിൽ മാത്രമല്ല ഇത് സാധനം ഉള്ളതെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അതിനെ മെക്കാനിസ്റ്റിക് ടാർജറ്റ് എന്നാക്കി. മെക്കാനിസ്റ്റിക് ടാർജറ്റ് ഓഫ് റാപ്പാമൈസിൻ. പിന്നെ ഇപ്പൊ കാർട്സുക് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മോളിക്കുലാർ ടാർജറ്റ് എന്നും നമുക്ക് അതിനകത്ത് കാണാം, ഫാർമക്കോളജി ബുക്കിനകത്ത്. സോ മോളിക്കുലാർ ടാർജറ്റ് ഓഫ് റാപ്പാമൈസിൻ. സോ എന്ത് പറഞ്ഞാലും ദീസ് ആർ സെയിം, വൺ ആൻഡ് സെയിം ആണ്. മെമയിലാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന പഴയ പേരും അത് തന്നെയാണ്. സോ അപ്പോൾ നമുക്ക് mTORന്റെ റോൾ എന്താണ് എന്ന് പറയണം. സോ mTOR നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. mTOR എവിടെയാണ് നമ്മൾ പഠിച്ചത്? PI3K സെൽ സിഗ്നലിംഗ് പാത്വേസ് അല്ലെ. അതിന്റെ വീഡിയോ സീരീസിൽ നമ്മൾ PI3K AKT mTOR പാത്വേ എന്ന് പറഞ്ഞ പാത്വേ നമ്മൾ പഠിച്ചു. ആൻഡ് അവിടെ നമ്മൾ വിശദമായിട്ട് എന്താണ് mTOR എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദയവായിട്ട് അത് കാണുക. ഇവിടെ ഞാൻ അത് ഒരുപാട് ഡിസ്കസ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആകും. സോ mTOR ഒരു കൈനേസ് എൻസൈം ആണ് അല്ലെ. കൈനേസ് എൻസൈം ആണ്. ആൻഡ് ഇത് നമുക്ക് അത്യാവശ്യം എവിടെയാണെന്ന് വെച്ചാൽ ഒരു സെൽ G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് പോകും. G1 ഈസ് ഗ്രോത്ത് ഫേസ് ആണ്. S ഫേസ് എന്ന് വെച്ചാൽ DNA ഡിവൈഡിങ് ഫേസ് ആണ്. അപ്പൊ ഇതിനകത്തേക്ക് പോകണമെങ്കിൽ ആദ്യം ഈ സെല്ലിനകത്തുള്ള എല്ലാ സംഭവങ്ങളും ഇരടിക്കണം, വളരണം. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനകത്ത് DNA ഡിവൈഡ് ചെയ്യും. സോ അതിന് mTOR എന്ന് പറയുന്ന എൻസൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സെൽ വളരുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻസർ. സോ
വളർച്ച ഡിവിഷനും ഇമ്മ്യൂണോ സപ്രഷനിൽ എന്താണ് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ടി ലിംഫോസൈറ്റ് ആണ്. ഇമ്മ്യൂണോ സപ്രഷനിൽ നമ്മൾ അധികവും ടി ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ദിസ് ഹാസ് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ആൻഡ് ദിസ് ഹാസ് ടു പ്രൂവ്. അപ്പൊ അതിനകത്ത് എംടോറിന് കാര്യമായിട്ടുള്ള റോൾ ഉണ്ട്. സോ അപ്പൊ നമുക്ക് ഇമ്മ്യൂണോ സപ്രഷനിൽ എന്താണ് എംടോറിന്റെ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്മ്യൂണോ സപ്രഷനിൽ നമ്മൾ പ്രധാനമായിട്ടും 3 സിഗ്നൽ വേണം എന്ന് നമ്മൾ പറഞ്ഞു. ടി ലിംഫോസൈറ്റ് അത് ഡിവൈഡ് ചെയ്യാൻ CD4+ ആയാലും CD8+ ആയാലും സെൽ മീഡിയേറ്റഡ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ CD8 ആക്കാം. എന്തായാലും ഇതിനകത്ത് 3 സിഗ്നൽ വേണം. ആദ്യം APC വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ്, പിന്നെ സ്റ്റിമുലേറ്റേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അത് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് ഒരു ഇന്റർലൂക്കിൻ 2 എന്ന് പറയുന്ന സംഭവം റിലീസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇന്റർലൂക്കിൻ 2 റിലീസ് ചെയ്തു, അത് പോയി അതിന്റെ തന്നെ ഇവിടെ തന്നെ റിസപ്റ്ററിൽ പോയി പിടിച്ചിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുക. സോ അവിടെ ആണ് നമ്മൾ എംടോറിന്റെ ആക്ഷൻ പറയാം. അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ പ്രധാനപ്പെട്ട സെല്ലാണ് ഇത്. അത് റിലീസ് ചെയ്യുന്നതാണ് ഇന്റർലൂക്കിൻ 2. അപ്പൊ ഇന്റർലൂക്കിൻ 2 അതിന്റെ റിസപ്റ്ററിൽ നമുക്ക് വേർപടം വരയ്ക്കാം. ഇത് ടി ലിംഫോസൈറ്റ് ആണ്, ഇത് ഇന്റർലൂക്കിൻ 2 റിസപ്റ്റർ ആണ്. ഇന്റർലൂക്കിൻ ഇവിടെ വന്ന് പിടിക്കുകയാണെന്നായിരിക്കും. ഇതിന്റെ റിസപ്റ്ററിൽ ഒട്ടിച്ചേർന്നാൽ സെല്ലിനകത്ത് പല പാത്വേസ്, ധാരാളം പാത്വേസ് ആക്ടിവേറ്റഡ് ആകും. ഒന്ന് ദാറ്റ് ഈസ് മേബി മാപ് കൈനേസ് പാത്വേ ആക്ടിവേറ്റഡ് ആകാം. മാപ് കൈനേസ് പാത്വേ റാസ്, റാഫ്, മെക്മർ ആ പാത്വേ പാത്വേ ആണ്. രണ്ടാമത്തെ ജാക്ക് കൈനേസ് പാത്വേ ആണ്. ജാക്ക് കൈനേസ് പാത്വേ ആക്ടിവേറ്റഡ് ആകാം. ജാനസ് കൈനസ് പാത്വേ, ജാക്ക് സ്റ്റാറ്റ് പാത്വേ, അതാണ് സംഭവം. മൂന്നാമത്തത് PI3K AKT എംടോർ പാത്വേ ആണ്. ഇതിൽ എംടോർ ആക്ടിവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ടി ലിംഫോസൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യും, പ്രൊലിഫറേറ്റ് ചെയ്യും. അപ്പോൾ ഇന്റർലൂക്കിൻ വന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുക. നമ്മൾ കാൽസിനൂറിൻ പഠിച്ചത് ഇന്റർലൂക്കിൻ റിലീസ് ആണ് അത് തടയുന്നത്. ഇവിടെ ഇന്റർലൂക്കിൻ പിടിച്ചതിന് ശേഷം സെല്ലിനകത്തുള്ള കാര്യങ്ങളാണ് തടയുന്നത്. സോ ഇതിനകത്ത് എംടോർ പാത്വേ ആക്ടിവേറ്റഡ് ആയില്ലെങ്കിൽ ഇതിന്റെ ഡിഫറൻസിയേഷനും പ്രൊലിഫറേഷനും ഇല്ലാതെയാകും. സോ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കഥം അത് ഇല്ലാതെയാകും. അതാണ് നമ്മൾ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം. ഇനി ക്യാൻസറിൽ ഏകദേശം ഇത് തന്നെയാണ്. ക്യാൻസറിൽ എംടോറിന്റെ റോളുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എംടോർ ആ പാത്വേയിൽ നമ്മൾ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സോ റൈബോസോമൽ S6 പ്രോട്ടീൻ ഉണ്ടാക്കണം, അതാണ് ഒരു പണി. ദെൻ 4EBPS എന്ന് പറയുന്ന പ്രോട്ടീൻ സിന്തസിസ്, അത് മൈറ്റോകോൺട്രിയയിലാണ്. അങ്ങനെയുള്ള അതിനുള്ള ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനും എംടോറിന്റെ പാത്വേ ആവശ്യമാണ്. ദെൻ ഓട്ടോഫാഗി, ലൈസോസൈമൽ ആക്ഷൻ അത് വർദ്ധിപ്പിക്കുന്ന പരിപാടിയുണ്ട് ഇതിന്. ഓക്കെ, തുടങ്ങിയ വിവിധ ജോലികൾ ഈ എംടോർ വഴി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ സെൽ പ്രോലിഫറേഷൻ കുറച്ച്, സെൽ ഡിഫറൻസിയേഷൻ കുറച്ച്. അങ്ങനെ വരുമ്പോൾ ക്യാൻസറിലും ടി ലിംഫോസൈറ്റ് ഉൾപ്പെടുന്ന ക്യാൻസർ ആയാലും മറ്റ് സെല്ലുകൾ അവിടെയും വർക്ക് ചെയ്യാലോ. ടി ലിംഫോസൈറ്റിൽ മാത്രമല്ല മറ്റ് സെല്ലുകളിലും ഇതേപോലെ സെൽ ഡിഫറൻസിയേഷൻ, ക്യാൻസർ എന്ന് വെച്ചാൽ റാപ്പിഡ് ഡിഫറൻസിയേഷൻ ആൻഡ് ഡിവിഷൻ ആണല്ലോ, അതും തടയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ക്യാൻസറിൽ ഇത് ഉപയോഗിക്കുക. ഓക്കെ, നമ്മളിത് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഭാഗം ഇവിടെ വെച്ച് ഒതുക്കുകയാണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഉപയോഗം ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റുകളിൽ കുറെ മരുന്നുകൾ ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതെന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ദ റീസ്റ്റെനോസിസ്. നമ്മൾ കാൽസിനൂറിൻ ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ പറഞ്ഞു റീസ്റ്റെനോസിസ് തടയാനാണ്. എന്ന് വെച്ചാൽ ഹൃദയത്തിലെ ഇപ്പൊ ബ്ലഡ് വെസലിലൂടെ തടസ്സം ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒരു സ്റ്റെന്റ് ഉണ്ടെന്ന് വെക്കുകയാണ് അല്ലെ, മെറ്റാലിക് സ്റ്റെന്റ്. വീണ്ടും അതിനകത്ത് ഇവിടെ എൻഡോത്തീലിയൽ സെൽസിൽ നിന്ന് വളർച്ച വന്ന് അവിടെ ഇങ്ങനെ ബ്ലോക്ക് ആകരുത്, അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുക. അപ്പൊ ഇത് തടയുന്നത് എൻഡോത്തീലിയൽ സെൽ ഗ്രോത്ത് ഫാക്ടർ ഓഫ് ദ ബ്ലഡ് വെസൽ, അതിനെ തടയുന്നു. അപ്പോൾ വീണ്ടും ഇത് അഡ്ഹഷൻ അവിടെ വന്ന് എൻഡോത്തീലിയൽ സെൽസ് ഇവിടെ വന്ന് അഡ്ഹിയർ ചെയ്യുന്നത് തടയും. സോ ഇതാണ് ഇവയുടെ 3 തരം ആക്ഷൻസിന്റെയും അടിസ്ഥാന രീതി. നമുക്ക് ആദ്യം സിറോലിമസിനെ കുറിച്ച് പറയാം. സിറോലിമസിന്റെ മറ്റൊരു പേര് ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, അത് റാപ്പമൈസിൻ എന്നാണ്, റാപ്പമൈസിൻ എന്ന് വിളിക്കും. ആൻഡ് ദിസ് ഈസ് എ മാക്രോലൈഡ് ആണ്. മാക്രോലൈഡ് നമ്മൾ പഠിച്ചത് എറിത്രോമൈസിൻ പോലെയുള്ള ഡ്രഗുകളാണ്. മാക്രോലൈഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ടാക്രോലിമസും ഇത് തന്നെയായിരുന്നു. ആൻഡ് ദിസ് ഈസ് എ പൊട്ടൻ ഡ്രഗ് ആണ്. ഏകദേശം 60 hours ഓഫ് ഹാഫ് ലൈഫ് ഉള്ള ഒരു മരുന്നാണത്. ഗുളികയായിട്ടാണ് അല്ലെങ്കിൽ ഓറലായിട്ടാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. ആൻഡ് ബയോ അവൈലബിലിറ്റി കുറവാണ്, 15 to 20% മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബയോ അവൈലബിലിറ്റി വളരെയധികം കുറയുകയും ചെയ്യും. സോ ഹൈ ഫാറ്റി മീലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബയോ അവൈലബിലിറ്റി കുറയും മരുന്നിന്. ആൻഡ് ദിസ് ഡ്രഗ് ഈസ് മെറ്റബിളൈസ്ഡ് ബൈ CYP3A4 ആണ്. അപ്പോൾ CYP3A4നെ ഇൻഡ്യൂസ് ചെയ്യുന്ന മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ കുറയും. ആൻഡ് അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ കൂടും, ടോക്സിറ്റി വർദ്ധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ക്യാൻ കോസ് ഡ്രഗ് ഇന്ററാക്ഷൻ
റിയാക്ഷൻസ് അങ്ങനെ ഉണ്ടാകാം. ആൻഡ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ടാക്രോലിമസിനെ പറ്റി നമ്മളിവിടെ പറഞ്ഞതാണ്. ആൻഡ് ദിസ് ഓൾസോ ആൻ സബ്സ്ട്രേറ്റ് ഫോർ PGP, പി ഗ്ലൈക്കോപ്രോട്ടീന്റെ സബ്സ്ട്രേറ്റ് കൂടിയാണ്. സോ മരുന്ന് പി ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു അതൊരു എഫ്ലക്സ് ട്രാൻസ്പോർട്ടർ ആണ് അല്ലെ. മരുന്നകത്ത് കയറി കഴിഞ്ഞാൽ പിടിച്ച് പുറത്തേക്ക് തള്ളുന്ന പരിപാടി ചെയ്യുന്നതാണ്. സോ ഈ മരുന്ന് അങ്ങനെ പുറത്തേക്ക് തള്ളപ്പെടാം. അപ്പൊ നമുക്ക് സിറോലിമസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്രഗ് യൂസ് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഒറ്റയ്ക്കാണോ? അല്ല. സൈക്ലോസ്പോറിൻ ഓർ ടാക്രോലിമസ് ആണ് അധികം ഉപയോഗിക്കുന്നത് പറഞ്ഞു. അതിന്റെ കൂടെ ആഡ് ഓൺ ഡ്രഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്തുകൊണ്ടാണ്? എന്റെ മെക്കാനിസം നമ്മൾ പറഞ്ഞു. മറ്റേത് ഇന്റർലൂക്കിനെ തടയുന്നു, ഇത് ഇന്റർലൂക്കിന് വന്ന് പിടിച്ചാൽ ഉള്ള ആക്ടിവേഷൻ തടയുന്നു. സോ സൈനർജസ്റ്റിക് കോമ്പിനേഷൻ ആണ്. രണ്ട് മരുന്നുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ഇത് കൊടുക്കുക എവിടെയാണെന്ന് വെച്ചാൽ നേരിട്ട് ഇത് ആദ്യമേ കൊടുക്കുകയല്ല, സ്റ്റിറോയിഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ് പോലെയുള്ള കൊടുത്തിട്ട് പറ്റാത്ത അക്യൂട്ട് ഓർ ക്രോണിക് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് അല്ലെ, അതിനാണ് നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയാം. അപ്പോൾ അതിന്റെ ഏതാണെന്ന് വെച്ചാൽ ഹീമോപോയിറ്റിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് അതിനകത്ത് ഉപയോഗിക്കുക. ആൻഡ് ഈ മരുന്ന് ക്യാൻസറിന് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ക്യാൻസറിൽ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെരിവാസ്കുലാർ എപ്പിത്തീലിയൽ സെൽ ട്യൂമറിലാണ് നമ്മൾ ക്യാൻസറിൽ ഈ മരുന്ന് സിറോലിമസ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കുക. ആൻഡ് ഈ മരുന്നിന് വേറുപയോഗമുണ്ട്. കണ്ണിനകത്താണ്. അത് ഉവ്വിയൽ റെറ്റിനൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ക്യാൻസറിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്ന് 1 mg/m²/day ആണ് നമ്മൾ ഈ മരുന്ന് സിറോലിമസിന്റെ ഡോസ് എന്ന് പറയും. ആൻഡ് ടെൻസിറോലിമസ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇതിന്റെ പ്രോ-ഡ്രഗ് ആണ്. ശരീരത്തിൽ വെച്ചിട്ട് സിറോലിമസ് ആയിട്ട് മാറും. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് റിഫ്രാക്ടറി റീനൽ സെൽ കാർസിനോമയിലാണ് ഏത് ഉപയോഗിക്കുക? ടെൻസിറോലിമസ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ ഓൾസോ ഇൻ മാൻഡിൽ സെൽ ടൈപ്പ് ഓഫ് ലിംഫോമയിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഇഞ്ചക്ഷൻ ആയിട്ടാണെന്ന് പറഞ്ഞു. 25 mg വൺസ് വീക്കിലേക്കാണ് അതിന്റെ ഡോസ്. സോ സിറോലിമസ് ഇതാണ് ടെൻസിറോലിമസ്. ഗ്രൂപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട മരുന്നാണ് എവറോലിമസ്. ആൻഡ് ഇത് ക്യാൻസറിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. ആൻഡ് ഇതും ഓറലായിട്ട് തന്നെയാണ്, ഗുളികയായിട്ടാണ് കൊടുക്കുക. ആൻഡ് ഇറ്റ് ഹാസ് കുറച്ചും കൂടി ബയോ അവൈലബിലിറ്റി ഇതിനെ അപേക്ഷിച്ച് കുറേയും കൂടി കൂടുതലാണ്. ആൻഡ് ഇറ്റ്സ് മോർ പൊട്ടൻ. ക്യാൻസറിൽ ഒരു 5 mg ഒക്കെയാണ് ഉപയോഗിക്കുക. സ്റ്റെന്റിലൊക്കെ ആകുമ്പോൾ 0.5 അങ്ങനെയൊക്കെ അത്രയൊക്കെ മതി. ആൻഡ് ഏത് തരം ക്യാൻസറിലാന്ന് പറഞ്ഞാൽ സോളിഡ് ക്യാൻസറിലാണ് ഉപയോഗിക്കുക. അല്ല ലിംഫോമ, ലുക്കീമിയ അതിലൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുക. സോളിഡ് ക്യാൻസേഴ്സ് ആണ്. അപ്പൊ എവിടെയാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക? റെസിസ്റ്റന്റ് ക്യാൻസേഴ്സ് ആണ്. മറ്റു മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടും പിന്നെയും നിൽക്കുന്ന റെസിസ്റ്റന്റ് കേസ്. ഒരു കേസ് എന്ന് പറയുന്നത് മെറ്റാസ്റ്റാറ്റിക് റീനൽ സെൽ കാർസിനോമയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ന്യൂറോ എൻഡോക്രൈൻ പാൻക്രിയാറ്റിക് GI അങ്ങനെയൊക്കെയുള്ള ക്യാൻസേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാർസിനോമയിൽ ന്യൂറോ എൻഡോക്രൈൻ കാർസിനോമയിൽ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു ഉപയോഗം HR പോസിറ്റീവ് ഹോർമോണാണ് പോസിറ്റീവ് ഓർ ER പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് ഉപയോഗിക്കാം. മിക്കപ്പോഴും ചിലപ്പോൾ എക്സിമെസ്റ്റൈൻ എന്ന് പറയുന്ന മരുന്നിനൊക്കെ ഒപ്പമായിരിക്കും നമ്മൾ ഇത് ഉപയോഗിക്കുക. ആൻഡ് ഇത് ക്യാൻസറിൽ ഉപയോഗമാണ്. വേറൊരു ക്യാൻസറിലെ ഉപയോഗം നമ്മൾ പറയുന്നത് ട്യൂബറസ് സ്ക്ലീറോസിസ് എന്താണ് നമ്മൾ എംടോർ പാത്വേയിൽ പറഞ്ഞിട്ടുണ്ട്. ട്യൂബറസ് സ്ക്ലീറോസിസ് അസോസിയേറ്റഡ് ആസ്ട്രോസൈറ്റോമ അങ്ങനെയുള്ള ക്യാൻസറിൽ നമുക്ക് ഉപയോഗിക്കാം. ബ്രെയിൻ ക്യാൻസർ ആണ്. ആസ്ട്രോ മീൻസ് ആസ്ട്രോസൈറ്റ്സ് ആണ്. ന്യൂറോഗ്ലിയൽ സെല്ലാണ്. ബ്രെയിൻ ക്യാൻസറിൽ നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ട്യൂബറസ് സ്ക്ലീറോസിസ് അസോസിയേറ്റഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ എപ്പിലെപ്സി വരാനുള്ള ചാൻസ് ഉണ്ട്. എപ്പിലെപ്സി വരുമ്പോഴും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. സോ ഇൻ എപ്പിലെപ്സി ബിക്കോസ് ഓഫ് ക്യാൻസർ ഉള്ളവരിലാണ് ആസ്ട്രോസൈറ്റോമ ഉള്ളവരിൽ ഉണ്ടാകുന്ന എപ്പിലെപ്സി. അതിലും പാർഷ്യൽ സീഷേഴ്സ് ആണ്. പാർഷ്യൽ ഓൺസെറ്റ് സീഷേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് തടയാനായിട്ട് ഈ മരുന്നുകൾ കൊടുക്കാം. ഇനി മറ്റൊരു ഉപയോഗം റെയർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ്. ആൻഡ് അത് ഉപയോഗിക്കുന്നത് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടുണ്ടാവുക. മാത്രമല്ല കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു ക്യാൻസർ ആണ്. അതിന്റെ പേര് ലിംഫ് മയോമാറ്റോസിസ് എന്ന് പറയും ഒരു ക്യാൻസർ ആണ്. ആൻഡ് ഇതിനകത്ത് ഷോർട്ട് ഫോം ഈസ് ലാം ആണ്. ആൻഡ് ഇതൊരു സിസ്റ്റിക് ലങ് ഡിസീസ് ആണ്, ലങ് കണ്ടീഷൻ ആണ്. ആൻഡ് ഇതിൽ എവറോലിമസ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. അതിന്റെ അവസാനം ലങ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടി വരുന്ന ഒരു അസുഖമാണ്. ആൻഡ് ഇതേപോലെ ഈ ലമ്മുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു പ്രശ്നമാണ്. അത് കിഡ്നിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ റീനൽ ലിംഫ് ആൻജിയോയ്ക്ക് പകരം റീനൽ ആൻജിയോലിമയോമാറ്റോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ കൊടുക്കുക സിറോലിമസ് ആയിരിക്കും. സോ എവറോലിമസ് ആണ് ഈ ഫേമസ് ഫസ്റ്റ് കണ്ടീഷനിൽ കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. അതിന് നമുക്ക് സിറോലിമസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ട് ആക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോസപ്രസന്റ്. സോ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ കേസുകളിൽ അക്യൂട്ട് ആയാലും ക്രോണിക് ആയാലും നമുക്ക് ഈ മരുന്ന് കൊടുക്കും. പിന്നെ
വാസ്കുലാർ സ്റ്റെന്റുകളിലും നമ്മൾ ഇത് ഉപയോഗിക്കും. ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റ് ആയിട്ട് ഉപയോഗിക്കും. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സോട്ടറോലിമസും മറ്റ് പുതിയ ലിമസ് ഒക്കെ പറഞ്ഞല്ലോ, അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഫൈനലി സൈഡ് എഫക്ട് പറയണം. സൈഡ് എഫക്ട് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം നമുക്ക് പ്രധാനമായിട്ട് പറയണം. ടാക്രോലിമസിന്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു? ടാക്രോലിമസിന്റെ പ്രശ്നം നെഫ്രോടോക്സിറ്റി ആയിരുന്നു, അല്ലെ കിഡ്നി ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളതാണ് ടാക്രോലിമസിന്റെ പ്രശ്നം. ആ പ്രശ്നം ഇതിനില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ കാൽസിനൂറിൻ മരുന്നുകളുടെ നെഫ്രോടോക്സിറ്റി ഇതിന് ഇല്ല. സിറോലിമസിനും ഇല്ല, എവറോലിമസിനും ഇല്ല. അപ്പോൾ പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അതിൽ മയലോസപ്രഷൻ ആണ് പ്രധാനപ്പെട്ട പ്രശ്നം. മയലോസപ്രഷൻ ഓർ ബോൺ മാരോ സപ്രഷൻ പ്രശ്നം ഈ മരുന്നിനുണ്ട്. സോ ഇതൊരു പ്രധാന പ്രശ്നമാണ്. ആൻഡ് ഇതിൽ ഏതാണ് കൂടുതൽ എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണമാണ് കൂടുതലായിട്ട് ഇത് കുറയ്ക്കുക. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഡ്രഗ്സ് ക്യാൻ കോസ് ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കാം. ദെൻ മറ്റേതിൽ പറഞ്ഞ തന്നെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിപ്പിക്കാം. ദെൻ ബ്ലഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽ വർദ്ധിപ്പിക്കാം. അപ്പോൾ ഹൈപ്പർഗ്ലൈസീമിയ, ഹൈപ്പർട്രൈഗ്ലിസെഡീമിയ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ മരുന്നിനുണ്ട്. ടാക്രോലിമസ് പോലെയുള്ള മരുന്നുകൾക്കും ഉണ്ട്. ദെൻ ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം, ഈ ട്രാൻസ്പ്ലാന്റ് കേസിൽ ഉണ്ടാവുന്നതാണ് ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ മരുന്ന് ഉണ്ടാകും. ആൻഡ് സിറോലിമസ് ആസ് ആൻ ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പെരിഫറൽ എഡീമയാണ്. സോ നീര് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാം. അത് ഈ സിറോലിമസ് കൂടുതലായിട്ട് ഉണ്ടാക്കാം. എംടോർ ഇൻഹിബിറ്റേഴ്സ് മൊത്തം ക്യാൻസറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കാവുന്ന പ്രശ്നം സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമാണ്. സോ സ്റ്റൊമറ്റൈറ്റിസ് ആണ് എംടോർ ഇൻഹിബിറ്റേഴ്സ് മൊത്തം ക്യാൻസറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി എവറോലിമസ് ആൻഡ് ഓൾസോ ടെംസിറോലിമസ്, ഇത് രണ്ടും ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, സോ റിസ്ക് ഓഫ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് കൂടുതലുണ്ടാക്കാം. അതിൽ തന്നെ ടെൻസിറോലിമസ് ആണ് കൂടുതലായിട്ട് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ഉണ്ടാക്കുക. ആൻഡ് എവറോലിമസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ന്യൂമോണൈറ്റിസ് ആണ്. ന്യൂമോണൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുക. ആൻഡ് ടെംസിറോലിമസിന് ഇത് കൂടുതലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എംടോർ ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.